ആധുനിക വൈദ്യശാസ്ത്രത്തിലെ അഗ്രഗണ്യനാണ് റെനെ തിയഡോർ ലിനെക്. അദ്ദേഹമാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. പാരീസിൽ പഠിച്ച് ഡോക്ടർ ബിരുദം സമ്പാദിച്ച റെനെ 1816 മുതൽ ജോലി ചെയ്തിരുന്നത് പ്രസിദ്ധമായ നെക്കർ ഹോസ്പിറ്റലിലാണ്. ഒരിക്കൽ ആശുപത്രിയിൽ ഹൃദയസംബന്ധമായ രോഗമുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. ഹൃദയത്തിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് അറിയണം. രോഗിയുടെ നെഞ്ചിനടുത്ത് ചെവി ചേർത്ത് പിടിച്ചായിരുന്നു അക്കാലത്ത് ഹൃദയസ്പന്ദനം മനസ്സിലാക്കിയിരുന്നത്. ഡോക്ടർ റെനെ അതിനു മുതിർന്നപ്പോൾ രോഗിണിക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ. തന്റെ നെഞ്ചിനടുത്ത് ഒരു പുരുഷൻ ചെവി ചേർത്ത് പിടിച്ചു നിൽക്കുന്നത് അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഡോക്ടർ റെനെ കുഴങ്ങി. പിന്നീട് ഒരു കടലാസു കഷ്ണമെടുത്ത് ഒരു കുഴല് പോലെയാക്കി അത് രോഗിണിയുടെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചു. ആ കടലാസു കുഴലിലൂടെ നെഞ്ചിടിപ്പ് മനസ്സിലാക്കാൻ ഡോക്ടർക്ക് കഴിഞ്ഞു. ഈ സംഭവം ഡോക്ടറുടെ ജീവിതത്തിലെ അപ്രതീക്ഷിത വഴിത്തിരിവായിരുന്നു. അന്നത്തെ ആ കടലാസു കുഴലിൽ നിന്നാണ് ഹൃദയസ്പന്ദനമാപനിയുടെ കണ്ടുപിടുത്തത്തിന്റെ തുടക്കം. ചില സംഭവങ്ങളും ചില വ്യക്തികളുമെല്ലാം അങ്ങനെയാണ്. ചരിത്രം പിറക്കുന്നത് ഇത്തരം ചില സംഭവങ്ങളിലൂടെയോ വ്യക്തികളിലൂടെയോ ഒക്കെയാകാം. ആ സ്ത്രീയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാതിരിക്കാനുള്ള ഡോക്ടറുടെ ശ്രമം ഇന്നും ഹൃദയഭാഷയുടെ കേൾവിയായി, ശാസ്ത്രമായി, സത്യമായി നിലകൊള്ളുന്നു. നമുക്കും സ്വന്തം ഹൃദയം പറയുന്നത് കേൾക്കാം. അതൊരു പക്ഷേ നാളെയുടെ വലിയ കാര്യങ്ങളിലേക്കുള്ള തുടക്കമായിരിക്കാം. ശുഭദിനം.